ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? യെസ്, എനിക്കറിയാം. എന്താ പറയുക, നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സാമിൻ്റെ ചൂടിലായിരിക്കും അല്ലേ? എടാ അതെന്താണ് ഇതെന്താണ്, ഈ കുട്ടികളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നു, പഠിക്കുന്നു, ടീച്ചേഴ്സിനെ വിളിക്കുന്നു, പഠിക്കുന്നു അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം. അപ്പോൾ എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്കി പഠിച്ചോൻ്റെ അടുത്തേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു 2 ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ മാർക്ക് മിസ്സായി പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളടുത്ത് മിസ്റ്റേക്കുകൾ വന്നത് കൊണ്ട് നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. വളരെ കുഞ്ഞു കാര്യങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. ശരി, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്താണ് നമ്മളിവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. റിസാലത്തുൽ ഖസീറ അല്ലേ? റിസാലത്തുൽ ഖസീറ എന്നുള്ളതാണ് ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്താ മക്കളെ റിസാലത്തുൽ ഖസീറ എന്ന് പറഞ്ഞാൽ? ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും, അറിയാത്ത കുറേ കുട്ടികളുണ്ടാവും അല്ലേ? അറിയാത്ത കുറേ മക്കളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ നമ്മൾ മോഡൽ എക്സാമിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു റിസാലത്തുൽ ഖസീറ? പറഞ്ഞു നോക്കിയേ, എന്താ മക്കളെ? യെസ്, എന്താണ്? നമുക്കറിയാം, ഷോർട്ട് മെസ്സേജുകളാണ്. നമ്മളെപ്പോഴും എല്ലാവർക്കും അയക്കുന്ന മെസ്സേജാണ് ഷോർട്ട് മെസ്സേജ് അല്ലേ? അതായത് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ, എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ഫ്രണ്ട്സിനൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഷോർട്ട് മെസ്സേജ് അല്ലേ? അതായത് എന്താ പറയുക, അവർക്ക് നല്ലത് വന്നാൽ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് വിഷമങ്ങൾ വന്നാൽ നമ്മൾ അവരെ സ്വാന്തനിപ്പിക്കും അല്ലേ? അങ്ങനെ പലതും ചെയ്തുകൊണ്ട് നമ്മൾ അവരെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഈ പറയുന്ന അവരെ ഓക്കെ ആക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്ന സംസാരമാണ് ഈ ഒരു ഷോർട്ട് മെസ്സേജ് എന്ന് പറയാം. ഓക്കെ, അപ്പം 2 തരത്തിലെ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളതൊക്കെയും എന്താണ്? അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, ഭയങ്കരമായിട്ട് അവരെ എന്താ പറയുക, എന്തെന്ന് അതിന് പറയുമ്പോൾ അവരെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള സംസാരം അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മളോട് ഷോർട്ട് മെസ്സേജ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അവരെ സ്വാന്തനിപ്പിക്കുന്ന രീതിയിലും അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലും നമുക്ക് ഷോർട്ട് മെസ്സേജ് ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും 2 മാർക്കിന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്തുള്ളവൻ്റെ നോക്കി എഴുതണം അല്ലേ? അങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പുറത്തുള്ളവൻ്റെത് നോക്കി എഴുതരുത്. നല്ല പോലെ വൃത്തിക്ക് പഠിച്ചു വെച്ചിട്ട് തന്നെ നിങ്ങൾ പോവണം. ഓക്കെ ആണല്ലോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഷോർട്ട് മെസ്സേജൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ചിലപ്പോൾ ഉപയോഗിക്കുന്ന വേർഡ്സ് തന്നെ അറബിക്കിൽ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ തന്നെ ഉണ്ടാവാം. ഇപ്പോൾ എന്താ പറയുക, അൽഫ് മബ്രൂക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ? എപ്പോഴും മീൻസ് നമ്മൾ എന്താ പറയുക, യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്, കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അപ്പോൾ അതേപോലെയുള്ള കുറേ കാര്യം മബ്രൂക്ക് എന്ന് പറയില്ലേ? ഞാൻ തന്നെ പറയാറുണ്ട് കുറേ തവണ. അപ്പോൾ അതുപോലെയുള്ള കുറേ എന്താ പറയുക വേർഡ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി ഓരോ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന സമയത്ത് ഈ കോളത്തിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, ഇത് ഈ രൂപത്തിലാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആദ്യത്തത് എന്താ മക്കളെ? ഫസ്റ്റ് വൺ എന്താണ്? അൽ ഹുസൂലു അല മർത്തബത്തിൽ ഊലാ ഫിൽ ഇംതിഹാൻ. എക്സാമിന് അല്ലേ? എക്സാമിന് എന്താ കിട്ടിയത്? ഫസ്റ്റ് എന്താ പറയുക, സ്ഥാനം അല്ലേ? 1ാം സ്ഥാനം നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടി എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്താ അവനോട് പറയാ? പിന്നെ വലിയ ജാടക്കാരോ, ഫസ്റ്റ് റാങ്ക് വാങ്ങി വന്നിട്ടുണ്ട്, അങ്ങനെ പറയോ? ഇല്ല. നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ അവനോട് എന്താ പറയാ? أتمنى لك أطيب التمنيات على المرتبة الأولى في الامتحان لا. അതായത് എടാ എക്സാമിന് നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലേ, ഫസ്റ്റ് എന്താ പറയുക സ്ഥാനം കിട്ടിയില്ലേ, യെസ് ഞാൻ തന്നെ ഒരുപാട് കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മെസ്സേജ് ചെയ്യുക അല്ലേ? അതിൻ്റെ അറബിയാണത്. അച്ചമന്നാലൊക്കെ ഞാൻ നിന്നെ അറിയിക്കുകയാണ്, അത്വയബ തമന്നിയാത്ത്, എ വെരി ഗുഡ് കൺഗ്രാജുലേഷൻസ് അല്ലേ? എ വെരി ഗുഡ് കൺഗ്രാജുലേഷൻസ് ടു യു അല്ലേ? എന്തിനാണ്? ഫോർ വാട്ട്? അല മർത്തബത്തിൽ ഊല ഫിൽ ഇംതിഹാൻ. വളരെ സിമ്പിളാണ്. എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യാണ്?
അടിപൊളിയായിട്ട് നിനക്ക് നല്ല ഒരു ചൂടുള്ള ഒരു കൺഗ്രാജുലേഷൻസ് തരികയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സാമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അല്ലെങ്കിൽ 1ാം സ്ഥാനം കിട്ടിയ നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ പറയേണ്ടത് ഈ രൂപത്തിലാണെന്നൂടെ പറഞ്ഞേ. അറ്റമന്ന ലക അത്വയബ തംനിയാത് അല 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 മർതബത്തിൽ ഊല ഫിൽ ഇംതിഹാൻ. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. എൻ്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞ് പഠിച്ച് അങ്ങോട്ട് പോവുക, കേട്ടല്ലോ. യെസ്. ഇനി അടുത്തത് നോക്കിയേ. അൽ ഹുസൂലു അലൽ വളീഫ. അൽ ഹുസൂലു അലൽ വളീഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുസൂലു അലൽ വളീഫത്ത്, ജോലി ലഭിച്ചാൽ നമ്മുടെ ഫ്രണ്ടിന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജോലി കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് കുശുമ്പ് വരുമോ? ഇല്ല, അവൻ അടിപൊളിയാവട്ടെ എന്നാണ് നമ്മൾ പറയാ അല്ലേ. അപ്പോൾ നമ്മൾ അവനോട് എങ്ങനെ പറയും? അറ്റമന്ന ലക അജ്മല തബ്രീകാത്ത്. എന്താ അജ്മല തബ്രീകാത്ത്? നേരത്തെ പറഞ്ഞത് എന്താണ്? അത്വയബ തംനിയാത്ത്. കണ്ടോ, അത് രണ്ടും പ്രയോഗങ്ങളാണ്. ഓക്കെ, അജ്മല തബ്രീകാത്ത് ഏറ്റവും ഭംഗിയുള്ള ആശംസകൾ അല്ലേ. മറ്റേതെന്താണ്? അത്വയബ തംനിയാത്ത്, എ വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻസ് അല്ലേ. ഒന്ന് ആലോചിച്ചൊക്കെ, രണ്ടും ഒരേ ലെവലാണ്. അത്വയബ തംനിയാത്ത് എന്ന് പറഞ്ഞാലും അജ്മല തബ്രീകാത്ത് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അപ്പോൾ ആ ഒരു വേർഡ് അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് വെക്കുക. ഏതാണ്? അത്വയബ തംനിയാത്ത് അജ്മല തബ്രീകാത്ത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അല ഇനി എന്തിലാണ്? അല ഇൻജാസിൻ വളീഫത്തിൻ ജദീദത്തിൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നിനക്കൊരു പുതിയ ജോലി കിട്ടിയതിൽ, അല ഇൻജാസിൻ നീ നേടിയതിൽ, വളീഫത്തിൻ ജദീദത്തിൻ പുതിയൊരു ജോലി അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ഇനി അടുത്തത് നോക്കിയ മക്കളെ. യെസ്, അൽ അയാദ് അല്ല, അതിന് മുന്നേ വേറൊന്നുണ്ട് അല്ലേ. അൽ ഫൗസു ഫിൽ മുസാബഖ അല്ലേ. ഫൗസ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയ്. അൽ ഫൗസു ഫിൽ മുസാബഖ, മത്സരത്തിൽ വിജയിയായിട്ടുള്ള നിന്റെ ഫ്രണ്ട്. ഇങ്ങനെയാണ്, മത്സരത്തിൽ വിജയിയായിട്ടുള്ള നിന്റെ ഫ്രണ്ട്. ആ ഫ്രണ്ടിനോട് നീ എങ്ങനെ പറയും? ഏത് രൂപത്തിലാണ് സംസാരിക്കുക, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് സംസാരിക്കുക? എടാ എനക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ, അങ്ങനെ പറയുമ്പോളേ അങ്ങനെ പറയോ? എടാ കൺഗ്രാജുലേഷൻസ് അങ്ങനെ പറയാം അല്ലേ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്, ഇത് നമ്മൾ പിടിച്ച് എന്നൊക്കെ പറയും അല്ലേ. അപ്പം അതിന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നത് എന്താണ്? അൽഫ് മബ്രൂക്ക്. എന്താണ് പറയാ? അൽഫ് മബ്രൂക്ക്. എന്താണ് പറയാ കുഞ്ഞുങ്ങളെ? അൽഫ് മബ്രൂക്ക്. മാമിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ട് പോകണം കേട്ടോ. അൽഫ് മബ്രൂക്ക്. ഓക്കെ, അപ്പം അത് സെറ്റാണല്ലോ. അപ്പം നമ്മൾ ഇതും സെറ്റായി. ഇനി നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? അൽ അയാദ് അല്ലേ. ഈദ് അവസരങ്ങളിൽ എങ്ങനെയാ നമ്മൾ പറയാ? തഹ്നിഅത്തുൻ ഹാറത്തുൻ, നല്ല ചൂടുള്ള ആശംസകൾ നേരുന്നു അല്ലേ. തഹ്നിഅത്തുൻ ഹാറത്തുൻ, ചൂടുള്ള ആശംസ എന്ന് പറയോ? അല്ല. അപ്പോൾ നമ്മൾ വെരി 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 എന്ന് പറയുന്നതിനാണ് ഹാറത്ത് എന്ന് പറയാം. ഓക്കെ, തഹ്നിഅത്തുൻ ഹാറത്തുൻ. ഓക്കെ, ഇനി അടുത്തത് അൽ ഹുസൂലു അലൽ ജായിസത്തിൽ മിദാലിയ. അൽ ഹുസൂലു അലൽ ജായിസത്തിൽ മിദാലിയ, നിന്റെ ഫ്രണ്ടിന് ഒരു മെഡൽ കിട്ടി. മിദാലിയ പറഞ്ഞാൽ മെഡൽ. ഒരു മെഡൽ കിട്ടി. ആ ഒരു ഫ്രണ്ടിനെ നീ എന്താ പറയുക? എങ്ങനെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യുക? ഏത് രീതിയിലാണ്? നമ്മൾ പറയാം എന്താണ്? എട്ടാ അടിപൊളിയടാ, സെറ്റടാ അല്ലേ. നമ്മളങ്ങനെ പറയാം, ഈ മുത്താണടാ എന്നൊക്കെ പറയും അല്ലേ. സ്പോർട്സിലൊക്കെ കിട്ടിയാൽ പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുവാൻ നമുക്ക് അറബിയിൽ അങ്ങോട്ട് പറയാൻ പറ്റൂല. അറബിയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് പറയാം അത്വയബ തംനിയാത്ത്. ഓക്കെ, എങ്ങനെ പറയാം? അത്വയബ തംനിയാത്ത്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അജ്മല തബ്രീകാത്ത്. എങ്ങനെ പറയാം? അജ്മല തബ്രീകാത്ത്. ഓക്കെ, മാമിനെ കുറച്ചൊരു ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അസ്ക തഹാനി വഅജ്മല തബ്രീകാത്ത് അല ഹുസൂലിൻ ജായിസ. എടാ ഞാൻ കരയൊന്നുമല്ല കേട്ടോ, അതൊക്കെ കണ്ണൊക്കെ നിറയുന്നടാ അവിടെ നിന്നിട്ട്, ജലദോഷം. അപ്പോൾ അജ്മല തബ്രീകാത്ത് വഅത്വയബ തംനിയാത്ത്, അത് നമ്മൾ എന്ത് ചെയ്യാ? പഠിക്കുക. ഓക്കെ, അജ്മല തബ്രീകാത്ത്. നോക്കി, അസ്ക തഹാനി വഅജ്മല തബ്രീകാത്ത്. എന്താണ്? അസ്ക തഹാനി വഅജ്മല തബ്രീകാത്ത് അല ഹുസൂലിൽ ജായിസ. കണ്ടോ, അതങ്ങനെ എന്നോട് കൊടുക്കുക. ജായിസത്ത് എന്താ?
പ്രൈസ്, നിനക്ക് പ്രൈസ് കിട്ടിയതിൽ എന്താണ് നിന്നെ ഞാൻ അജ്മല തബ്രീക്കാത്ത്. നമ്മൾ നേരത്തെ പഠിച്ചില്ല, നേരത്തെ ഞാൻ പറഞ്ഞ 2 വേർഡ്സ് ഇല്ലേ, 2 സെന്റൻസ് ഇല്ലേ, അതങ്ങോട്ട് പഠിച്ചു വെച്ചോ. എന്ത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാലും അതങ്ങനെ അങ്ങനെ എഴുതി കൊടുക്കുക. അജ്മല തബ്രീക്കാത്ത് വഅത്വയബ തംനിയാത്ത്. ഓക്കെ, അപ്പോൾ അതൊക്കെ وأجمل التبريكات على حصول الجائزة أحلى التهاني والتبريكات على حصول الجائزة. കണ്ടോ, സെയിം സാധനം തന്നെയാണ്. അപ്പോൾ മക്കളെ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ച് പോവാം കേട്ടോ. ഇനി നമുക്ക് ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കണം നമ്മളെ ഫ്രണ്ടിന് ഇപ്പം എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ആശ്വസിപ്പിക്കണം. എങ്ങനെ ആശ്വസിപ്പിക്കുക? അൽ ഫശ്ലു ഫിൽ മുസാബക്ക. നിന്റെ ഫ്രണ്ട് മത്സരത്തിൽ തോറ്റു എന്ന് വിചാരിക്കുക. ഓക്കെ, അൽ ഫശ്ലു ഫിൽ മുസാബക്ക, നിന്റെ ഫ്രണ്ട് ഏതു മത്സരത്തിൽ തോറ്റു. നിങ്ങൾ എങ്ങനെ അവനെ ആശ്വസിപ്പിക്കുക? ചെങ്ങിയ എന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ പോയി ഓടാൻ നിൽക്കണം, ഇപ്പം എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞ കേട്ടൂടേനോ? അവളെ ചോദിക്കുക, ഇജാണ് മെയിനായിട്ട് പോയാണ്ട് എന്താ പറയുക ഓടിയൊക്കെ അല്ലേ നല്ല ചോദിക്കുക അല്ലേ? നീ മെയിനായിട്ട് പോയിട്ട് എന്താ പറയുക പ്രസൻറ്റ് ചെയ്തതല്ലേ, ഇപ്പം എങ്ങനെയുണ്ട്, അങ്ങനെ തന്നെ വേണം നിനക്ക്, അങ്ങനെയാണോ പറയാ? ഇല്ല, അങ്ങനെ പറയുന്നവരുണ്ട്, ഇല്ല എന്നല്ല. നല്ല ഫ്രണ്ട്സ് ഏതായാലും എന്താ പറയുക അവൻ ആദ്യം വിഷമത്തിന് എന്താ പറയുക ഒരു സൊല്യൂഷൻ എന്നുള്ള ഒരു നിലക്ക് അവനോട് പറയടാ ലാ ജാഇലിയസ്, എടാ സാരില്ല പോട്ടെ വിഷമിക്കല്ലേ, മനസ്സിലായോ? അപ്പോൾ ലാ ജാഇലിയസ് പോട്ടെ വിഷമിക്കണ്ട കേട്ടോ, ആ വിഷയമല്ല വിട് എന്നൊക്കെ പറയല്ലേ. അതിനാണ് നമ്മൾ ലാ ജാഇലിൽ യസ് എന്ന് പറയാം. ക്ലിയർ ആയോ? എങ്ങനെ പറയാ? അതെ, നാളെ മറ്റന്നാൾ നിങ്ങളെ ഫ്രണ്ട് പോയിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ പുറത്ത് പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് എടാ പോട്ടെ ഇല്ല യെസ് എന്ന് പറഞ്ഞാൽ ഓനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. ഓക്കെ, അപ്പോൾ അറബിയിൽ പോയിട്ട് പറയാൻ നിൽക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മതി. എക്സാമിന് നിങ്ങൾ അറബിയിൽ എഴുതി വെക്കുക കേട്ടോ. ലാ ജായലിൽ യെസ്. അടുത്തത് ഇസാബത്തുൽ മർ എന്ന് പറഞ്ഞാൽ നിന്റെ ഫ്രണ്ടിന് ഒരു അസുഖം വന്നാൽ നമ്മൾ എന്ത് പറയും? സാരില്ലടാ ലാ തഹ്സൻ, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഷിഫാക്കല്ലാഹു ഷിഫാഅൻ ആജിലൻ, പഠിച്ചോ നമുക്ക് പെട്ടെന്ന് ഷിഫയാക്കി തരും അല്ലേ? അപ്പോൾ ആ രീതിയിൽ പറയാം, ലാ തഹ്സൻ, നീ വിഷമിക്കണ്ട, ഷഫാക്കല്ലാഹ്, അല്ലാഹു ഷിഫയാക്കി തരും, ഷിഫാഅൻ ആജിലൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഓക്കെ, ഷിഫാഅൻ ആജിലൻ, പെട്ടെന്ന് തന്നെ അല്ലാഹു എന്ത് ചെയ്യും? ഷിഫയാക്കി തരും. അടുത്തത് മൗത്തുൽ അഹിബ്ബ. എന്താ മൗത്തുൽ അഹിബ്ബ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുക എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽ ഫശ്ലു ഫിൽ ഇംതിഹാൻ, എക്സാമിന് നിന്റെ ഫ്രണ്ട് തോറ്റാ നമ്മളെങ്ങനെ പറയാ? നിന്റെ ഫ്രണ്ട് ഇപ്പോൾ എക്സാമിന് തോറ്റു, അപ്പം നീ എങ്ങനെ പറയും? അങ്ങനെ തന്നെ വേണം എനിക്ക്, അങ്ങനെ പറയോ? അങ്ങനെ തന്നെ വേണമെന്ന് പറയോ? ഇല്ല, നമ്മളെങ്ങനെ പറയാ? ലാ തഹ്സൻ, നീ വിഷമിക്കല്ലേ, അല്ലൽ ഫഷൽ, ഈ ഒരു തോൽവിയിൽ ഈ വിഷമിക്കൊന്നും വേണ്ട, ഫൈനഹു സുല്ലമുനില്ല ഫൗസ്, ഇതൊരു സ്റ്റെപ്പായിട്ട് കാണടാ, നിന്റെ വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് ഒരു എന്താ പറയുക ഇതായിട്ട് നീ എടുക്കുതിനെ, അങ്ങനെ നമ്മൾ പറയും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് പറയുക. ചിലവർ എന്ത് പറയും? പോട്ടറാ വിടടാ, അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറയും അല്ലേ? അപ്പോൾ ആ പോലെ ലാ തഹ്സൻ അലൽ ഫഷിൽ ഫഇന്നഹു സുല്ലമുൻ ഇലൽ ഫൗസ്. ഓക്കെ, അതായത് ഫൗസിലേക്കുള്ള വിജയത്തിലേക്കുള്ള സുല്ലമാണ്, സ്റ്റെപ്പാണ് അൽ ഫഷിൽ, എന്ത്? തോൽവി അല്ലേ? അപ്പോൾ അവനോട് പറയാം ലാ തഹ്സൻ. ഇനിയിപ്പോൾ ലാ തഹ്സൻ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഫഖദുൽ അംവാൽ, നമുക്ക് എന്താ പറയുക ക്യാഷ് ധനം നഷ്ടം സംഭവിച്ചു അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ പറയും? ലാ തഹ്സൻ വല്ലാഹു ജവാദ് അല്ലേ? വല്ലാഹു ജവാദ്, വിഷമിക്കേണ്ട, പഠിച്ചോൻ എനിക്ക് കണ്ടുപിടിച്ച് തരും അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആൻസർ പറയാം. അപ്പോൾ ഇതാണ് മക്കളെ ഷോർട്ട് മെസ്സേജ്. നല്ലത് ചോദിച്ചാലോ, അതായത് അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാലും അതല്ല വിഷമിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിച്ചിട്ട് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ ഈ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഈ കൊടുത്തിട്ടുള്ള ടേബിളിലുള്ളത് ഞാൻ അർത്ഥസഹിതം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതെൻ്റെ കുട്ടികൾ എഴുതിയെടുത്ത് പഠിക്കണം. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? യെസ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. അതായത് മൻഷൂറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസ്റ്റാണ്. അൽ-വസാഇലുൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഓക്കെ, സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എഴുതേണ്ട ഒരു രൂപമുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റ് എഴുതേണ്ട ഒരു രൂപമുണ്ട്. അതായത് എപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ മാലി ആയിട്ടുള്ള ഫിയലിലാണ് എഴുതുക.
ഓക്കെ, മാളി അതായത് കഴിഞ്ഞു പോയൊരു എന്താ പറയുക സംഭവമായിട്ടാണ് നമ്മൾ എഴുതി കൊടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയേ, മുൻതദാ സിയാഹീൻ അല്ലേ, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ക്ലബ്ബ് അല്ലേ, ടൂറിസ്റ്റ് ക്ലബിൻ്റെ ആ ഒരു ഇത് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാം. ഇവിടെ നോക്കിയേ, സുർന 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 എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ, ഞങ്ങൾ സന്ദർശിച്ചു. അതേതാണ് ക്രിയ, ഫിഅൽ മാളിയാണ്. സാറ യസൂറു അല്ലെ, സാറ എന്ന് പറഞ്ഞാൽ എന്താ, സന്ദർശിച്ചു. ഞങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, സുർന ഞങ്ങൾ സന്ദർശിച്ചു. കെത്തബ എന്ന് പറഞ്ഞാൽ എന്താണ്, എഴുതി. കെത്തബ്ന എന്ന് പറഞ്ഞാലോ ഞങ്ങൾ എഴുതി. ജലസ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരുന്നു. ജലസ്ന ഞങ്ങൾ ഇരുന്നു. ദഹബ എന്ന് പറഞ്ഞാൽ പോയി. ദഹബ്ന ഞങ്ങൾ പോയി. മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, സോഷ്യൽ മീഡിയ പോസ്റ്റ് അതായത് മൻഷൂറ നമ്മൾ എഴുതാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. സുർന ഞങ്ങൾ സന്ദർശിച്ചു മൂന്നാർ സന്ദർശിച്ചു. ഫി വിലായത്തി കേരള കേരളത്തിലെ മൂന്നാർ ഞങ്ങൾ സന്ദർശിച്ചു. നിങ്ങളോട് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ കുഞ്ഞുങ്ങളെ, മാം ഇവിടെ അണ്ടർലൈൻ ഇട്ടതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ആദ്യം ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക, ഇത് നമ്മൾ പഠിക്കുക. രണ്ടാമത്തത് സുർന എന്നുള്ള പദം പഠിച്ചു വെക്കുക. മൂന്നാമത്തത് ഫീ എന്നുള്ള പദം പഠിച്ചു വെക്കുക. എന്തിനാണെന്നറിയോ, ഫീ വിലായത്തി. ഓക്കെ, അതായത് സുർന ഞങ്ങൾ സന്ദർശിച്ചു ദേശ്. അവിടെ നിങ്ങൾ സന്ദർശിച്ചത് എവിടെയാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ എവിടെയാണെന്ന് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇനി ഇതന്നെ വേണമെങ്കിൽ ഇതന്നെ എഴുതാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സുർന ദേശ് ഞങ്ങൾ ഇന്ന സ്ഥലം സന്ദർശിച്ചു. ഫി വിലായത്തി ഇന്ന സംസ്ഥാനത്തിലെ എന്നുള്ളത് ദേശ്. ഇവിടെ ദേശ് ഉള്ളിടത്ത് ആ സംസ്ഥാനത്തിൻ്റെ പേരും അവിടെ കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഹിയ മക്കാനുൻ ജമീലുൻ. ഇതും ഇങ്ങനെ തന്നെ പഠിച്ചോളി. നമ്മൾ എവിടെ പോവാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റിയതാണ് ഹിയ മക്കാനുൻ ജമീലുൻ. അത് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഹിയ മക്കാനുൻ ജമീലുൻ. മനാലിറുഹ ജദാബത്തുൻ. ഇതും നമുക്ക് പഠിച്ചു വെക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ഓക്കെ, മനാലിറുഹ ജദാബത്തുൻ. അവിടുത്തെ കാഴ്ചകൾ എന്താണ്, അതിമനോഹരമാണ്. അടുത്തത് മൂന്നാർ മംലൂഅത്തുൻ ബി അത്ലാലിൽ മുകസ്സഫത്തി ബി ശുജൈറാത്തി ഷായ. എന്നിട്ട് നമ്മൾ അവിടെ കാണുന്ന എന്താണ്, ഇപ്പോൾ എന്താ പറയാ അവിടെ കുറേ പൂക്കൾ കണ്ടു, അല്ലെ ഗാർഡൻസ് കണ്ടു, അല്ലെ ഹദീഖാത്തുകൾ കണ്ടു. പിന്നെ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടുത്തെ നിങ്ങൾ കണ്ട കാഴ്ചകളെയാണ് പിന്നെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ്, ഈ രീതിയിൽ എഴുതിയാൽ മതി. കണ്ടോ, ഹുനാക്ക കസീറുൻ എന്തുണ്ട്, ഹുനാക്ക ഹദീഖത്തുൻ കസീറുൻ വാ പിന്നെന്താളത് വാ ബി അത്ല ബി 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 ദാ മിനൽ അംകാനിൽ സിയാഹിയ. ടൂറിസ്റ്റ് പ്ലേസുകൾ നിങ്ങൾക്ക് കുറേ അവിടെ കാണാൻ പറ്റി. അതേപോലെ കുറേ മലകൾ അല്ലേ, അതായത് അത്തിലാലുകൾ കാണാൻ പറ്റി. പിന്നെന്താണ്, ഹുനാക്ക മംലൂ അത്തുൻ ബിൽ അത്തിലാൽ, അല്ലെങ്കിൽ ഹുനാക്ക മംലൂ അത്തുൻ ബിൽ അൻഹാർ. പുഴകൾ, 2-3 പുഴകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഹുനാക്ക മംലൂ അത്തുൻ ബിൽ അസ്ഹാർ, പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, പിന്നെന്താണ്, ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. തൊക്ക സുഹാൽ മുത്തബരിദത്ത്, അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പോയ സ്ഥലത്ത് തണുപ്പാണെങ്കിൽ തണുപ്പ് എഴുതാം, ചൂടാണെങ്കിൽ ഹാറെന്ന് എഴുതാം. അപ്പോൾ ആ രീതിയിൽ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് ആയിട്ടുള്ള ക്രിയയിൽ ഫിഅൽ മാളിയിലാണ് എന്താണ് നിങ്ങൾ എഴുതേണ്ടത്. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇൻഷാല്ലാ നെക്സ്റ്റ് നമ്മൾക്ക് ഒരു ലൈവ് വരുന്നുണ്ട്, മാരത്തോൺ ലൈവ് വരുന്നുണ്ട്. നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം രാത്രി 7 മണിക്കാണ് വരുന്നത്. സോ എല്ലാ കുഞ്ഞുങ്ങളും ആ ലൈവ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട്സുകൾ എഴുതുക. നിങ്ങൾ പഠിച്ച ഏരിയകൾ ഉണ്ടാവാം, അത് നിങ്ങൾക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം, വ്യക്തമാക്കാം, മനസ്സിലാക്കാം. ഇനി പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ മനസ്സിലാവാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. സോ മറക്കരുത്, രാത്രി 7 മണിക്ക് കറക്റ്റ് നോമ്പൊക്കെ തുറന്ന് പെട്ടെന്ന് ചാടി വന്നേക്കാം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.